വെൽക്കം. തൈമനാണ്. കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഓർ ലിപ്പിഡ് ലോവറിംഗ് ഡ്രഗ്സിലെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുക നിയാസിനെ കുറിച്ച്, അല്ലെങ്കിൽ നയാസിൻ. നിക്കോട്ടിനിക് ആസിഡ് എന്ന് നമ്മൾ വിളിക്കും, നിക്കോട്ടിനിക് ആസിഡ് എന്നും നമ്മൾ വിളിക്കുന്ന മരുന്ന് തന്നെയാണ്. നിയാസിൻ നമ്മൾ വിളിക്കുക സാധാരണ വൈറ്റമിൻ B3 എന്നാണ് നിയാസിനെ നമ്മൾ വിളിക്കുക. പക്ഷെ നമ്മളിവിടെ വൈറ്റമിൻ ആയിട്ടല്ല ഉപയോഗിക്കുക. വൈറ്റമിൻ എന്ന് പറയുമ്പോൾ മൈക്രോഗ്രാം ഡോസ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ വലിയ ഡോസിലാണ് ഉപയോഗിക്കുക. 2 മുതൽ 6 ഗ്രാം വരെയാണ്. ഹ്യൂജ്, വലിയ അളവിലാണ് ഉപയോഗിക്കുക. മരുന്ന് വായിലൂടെ ഓറലി ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. സോ നമ്മൾ 2 ഗ്രൂപ്പ് മരുന്നുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് സ്റ്റാറ്റിൻ ആയിരുന്നു. സ്റ്റാറ്റിൻ എന്തായിരുന്നു ചെയ്തത്? സ്റ്റാറ്റിൻ LDL കൊളസ്ട്രോൾ, ഇതാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറയ്ക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ കുറയ്ക്കുന്നത് സ്റ്റാറ്റിൻ ആണെന്ന് പറഞ്ഞു. ട്രൈഗ്ലിസറൈഡ് കുറച്ച് കുറയ്ക്കും എന്ന് പറഞ്ഞു. HDL കൂട്ടും, വർദ്ധിപ്പിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പഠിച്ചത് ഫൈബ്രേറ്റ്സ് ആയിരുന്നു. ഫൈബ്രേറ്റ്സ് വിഭാഗം മരുന്ന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് അത് ഏറ്റവും അധികം കുറയ്ക്കുക ട്രൈഗ്ലിസറൈഡിനാണ് ഏറ്റവും അധികം കുറയ്ക്കുക എന്ന് പറഞ്ഞു. ദെൻ HDL കുറച്ച് വർദ്ധിപ്പിക്കുന്നുണ്ട്. ദെൻ LDL ആണെങ്കിൽ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു കുറവേ ഉണ്ടാകുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മരുന്ന് നിയാസിൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് HDL ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്ന മരുന്നാണ്. HDL ഏറ്റവും അധികം വർദ്ധിപ്പിക്കുന്ന മരുന്ന് ഇതാണ്. HDL കൊളസ്ട്രോൾ ഒരു 20 to 35% വരെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന മരുന്നാണ്. ആൻഡ് ട്രൈഗ്ലിസറൈഡും കുറയ്ക്കും. ട്രൈഗ്ലിസറൈഡ് ഒരു 20 to 30% കുറയ്ക്കാൻ പറ്റും. ആൻഡ് LDL കുറച്ച് കുറയ്ക്കുന്നുള്ളൂ. LDL കൊളസ്ട്രോൾ ഒരു 15 to 25% നമുക്ക് എഴുതാം. സോ ഇത്രയൊക്കെ കുറയ്ക്കുന്നു. ഇതാണ് നിയാസിൻ. അപ്പോൾ നമുക്ക് നിയാസിൻ എവിടെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, നിയാസിൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല കൊടുക്കുക. നിയാസിൻ ഈസ് ആൻ ആഡ് ഓൺ ഡ്രഗ് ആണ്. ആഡ് ഓൺ ഡ്രഗ് എന്ന് വെച്ചാൽ ഒരു മരുന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതിനൊപ്പം ഒരു മരുന്ന് കൂടി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആർക്കൊപ്പമാണ് കൊടുക്കുക? സ്റ്റാറ്റിൻസിനൊപ്പം നമ്മൾ കൊടുക്കും. സ്റ്റാറ്റിൻസിനൊപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാറ്റിൻസ് HDL അത്രയധികം വർദ്ധിപ്പിക്കുന്നില്ല. സോ HDL എപ്പോഴെങ്കിലും കൂടുതലായിട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇത് കൊടുക്കാം, നിയാസിൻ നമുക്ക് കൊടുക്കാം. പിന്നെ ഫൈബ്രേറ്റ്സിനൊപ്പം നമുക്ക് ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് നിയാസിൻ ആഡ് ചെയ്യാൻ പറ്റും, ആഡ് ഓൺ ഡ്രഗ് ആയിട്ട്. അപ്പോൾ ഫൈബ്രേറ്റ്സിനൊപ്പം ഉപയോഗിക്കാം, സ്റ്റാറ്റിൻസിനൊപ്പം നമുക്ക് ഉപയോഗിക്കാം. ഇനി ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കുന്നത് മൂലം പാങ്ക്രിയാറ്റൈറ്റിസ്, അല്ലെ, നമ്മൾ ട്രൈഗ്ലിസറൈഡിന്റെ കാര്യം പറയുമ്പോൾ പാങ്ക്രിയാറ്റൈറ്റിസ് ട്രൈഗ്ലിസറൈഡ് കൂടിയാൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് റോൾ ഉണ്ട്. അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ഒക്കെ തടയാം ഇതിന്. മാത്രമല്ല ഈ മരുന്നിനെ മയോപ്പതി നമ്മൾ പറഞ്ഞത് എവിടേക്കാണ്? മയോപ്പതി ഉണ്ടാക്കുന്നത് സ്റ്റാറ്റിൻ ഉണ്ടാക്കും, ഫൈബ്രേറ്റ്സ് അത് വർദ്ധിപ്പിക്കും എന്നും പറഞ്ഞു. ഈ മരുന്നിന് മയോപ്പതിയുടെ പ്രശ്നം ഇല്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്, ഗുണകരമാണ്. അപ്പൊ ഇനി ഇതിന്റെ പ്രവർത്തന രീതി, മെക്കാനിസം ഓഫ് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് ക്യാൻ ആക്ട് ഇൻ ലിവർ, കരളിൽ പ്രവർത്തിക്കാം, ആൻഡ് ഓൾസോ ഇൻ ദ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ കൊഴുപ്പ് സെല്ലിലും പ്രവർത്തിക്കാം. അപ്പൊ ആദ്യം നമുക്ക് ട്രൈഗ്ലിസറൈഡ്സ് എങ്ങനെ കുറയ്ക്കുന്നു എന്ന് നോക്കിയാൽ, കരളിൽ ഇത് ട്രൈഗ്ലിസറൈഡ്സിന്റെ സിന്തസിസ് ഓഫ് ട്രൈഗ്ലിസറൈഡ്സ് അങ്ങ് കുറയ്ക്കും. അഡിപ്പോസ് ടിഷ്യൂല് ലിപ്പോലൈസിസ് തടയുകയാണ് ചെയ്യുക. ലിപ്പോലൈസിസ് തടയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ട്രൈഗ്ലിസറൈഡ്സ് ഫ്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറുന്നത് തടയുക. സോ അതിന് ഹോർമോൺ സെൻസിറ്റീവ് ലിപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം വേണം. ഇതിനെ അങ്ങ് തടയുമ്പോഴത്തേക്കും ഫ്രീ ഫാറ്റി ആസിഡ് ആയിട്ട് ബ്ലഡിലേക്ക് വരുന്ന തടയും. സോ ബ്ലഡിൽ അപ്പോൾ ട്രൈഗ്ലിസറൈഡ് കുറവായി. സോ ഫ്രീ ഫാറ്റി ആസിഡ് ബ്ലഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബ്ലഡിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരളിലേക്ക് പോകുന്നത് കുറയും. കരളിൽ കുറച്ച് ഫ്രീ ഫാറ്റി ആസിഡ് എത്തുന്നുള്ളൂ. അപ്പോൾ ഫ്രീ ഫാറ്റി ആസിഡിൽ നിന്ന് ട്രൈഗ്ലിസറൈഡ് ഉണ്ടാവുന്നതും കുറയും. ഇതാണ് ട്രൈഗ്ലിസറൈഡ് കുറയുന്ന ആക്ഷൻ. അപ്പൊ ഇനി നമുക്ക് HDL എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കരളിൽ ഇറ്റ് ഡിക്രീസസ് ആൻ എൻസൈം കോൾഡ് ആസ് ApoA1 എന്ന് പറയുന്ന പ്രോട്ടീനിന്റെ ഡീഗ്രഡേഷൻ തടയുകയാണ്. സോ ഡിക്രീസ് അല്ല, ഡീഗ്രഡേഷൻ തടയുകയാണ്. ഡീഗ്രഡേഷൻ കുറയ്ക്കുന്ന മരുന്ന്. സോ ഇതുമൂലം HDL ലെവൽ വിൽ ഇൻക്രീസ്, HDL വർദ്ധിക്കും, ബ്ലഡിൽ വർദ്ധിക്കും. ഇനി ഇത് ലിപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്ന ലിപ്പോപ്രോട്ടീൻ A അതിന്റെ പ്രൊഡക്ഷനും തടയുന്നുണ്ട്. ലിപ്പോപ്രോട്ടീൻ A പ്രൊഡക്ഷൻ തടയുമ്പോൾ, ലിപ്പോപ്രോട്ടീൻ A നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത്തീറോസ്ക്ലെറോസിന്റെ പ്രധാനപ്പെട്ട ഒരു മാർക്കറാണ് ലിപ്പോപ്രോട്ടീൻ A എന്ന് പറയുന്നത്. സോ ഇതിനെ തടയുന്ന ഏക മരുന്നാണ് ഈ നിയാസിൻ എന്ന് പറയുന്ന മരുന്ന്. സോ HDLന്റെ നശീകരണമാണ് ലിപ്പോപ്രോട്ടീൻ A വഴി നടക്കുക. സോ അത് കൂടുതൽ HDL വർദ്ധിക്കാനായിട്ട് കാരണം. HDLനെ കാറ്റബോളിസം നടത്തുമ്പോൾ മാക്രോഫേജസ് ഒക്കെ നടത്താം. സോ അതൊക്കെ ആയിരിക്കും തടയുക. സോ അങ്ങനെയും ലിപ്പോപ്രോട്ടീൻ A തടഞ്ഞു കഴിയുമ്പോൾ HDL ഇൻക്രീസ്. സോ ആ വഴിയും HDLന്റെ പ്രവർത്തനം കൂടുന്നുണ്ട്. അപ്പൊ നമുക്ക് മരുന്നിന്റെ ദോഷഫലങ്ങൾ കുറച്ച് പറയാനുണ്ട്. കൊഴുപ്പ് കുറയ്ക്കാനുള്ള മരുന്നുകളിൽ ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ ഉള്ളത് ഇതിനാണ്. പ്രധാനപ്പെട്ടവ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫ്ലഷിംഗ് ആണ്. ഫ്ലഷിംഗ് ഓഫ് സ്കിൻ ആൻഡ് ഫേസ്. സോ ഇതാണ് മോസ്റ്റ് കോമണസ്റ്റ് സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. കാരണം ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇത് അതിനകത്ത് എൻഡോത്തീലിയൽ സെൽസ് ആണെന്ന് വിചാരിച്ചാൽ ഇതിൽ നിന്നൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതിനാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ D2 എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നുണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ നമുക്കറിയാം വാസോ ഡയലേറ്റ്. സോ അതുമൂലമാണ് ഫ്ലഷിംഗ് ഉണ്ടാവുക. അപ്പൊ അത് തടയാനല്ല, അത് വന്നാൽ നമ്മൾ
കൊടുക്കുന്ന മരുന്ന് ആസ്പിരിൻ, അല്ലെങ്കിൽ നമുക്ക് ഐബുപ്രൂഫൻ, ബ്രൂഫൻ എന്നൊക്കെ പറയുന്ന മരുന്ന് നമുക്ക് കൊടുക്കാം. സോ ഇതാണ് സാധാരണ കൊടുക്കുക. സോ കോക്സ് ഇൻഹിബിറ്റർ ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാവുന്നത് തടയുന്നു. ഇനി പുതുതായിട്ട് ഒരു മരുന്ന് വന്നിട്ടുണ്ട്. ആ മരുന്നിന്റെ പേരൊന്ന് എഴുതാം, LARO, ലാരോപിപ്രന്റ് എന്ന് പറയുന്ന മരുന്നുണ്ട്. ഈ മരുന്ന് ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻ D2ന്റെ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ആണ്. ഈ മരുന്ന് ലാരോപിപ്രൻ പ്ലസ് നിയാസിൻ, ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ മരുന്നായിട്ട് വരുന്നത്. അപ്പോൾ ഫ്ലഷിങ് കുറയും. അപ്പോൾ ഇത് ഫ്ലഷിങ് തടയാനുള്ള മരുന്നാണ്. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ കുറയ്ക്കാനുള്ള മരുന്ന്. ആൻഡ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഹെപ്പാറ്റോടോക്സിറ്റി ആണ്. ഹെപ്പാറ്റോടോക്സിറ്റി ഏറ്റവും കൂടുതലുള്ള മരുന്ന് ഇതാണ്. കരൾ രോഗങ്ങൾ ഉള്ളവർ അപ്പോൾ ഇത് ഒഴിവാക്കേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഒറ്റയ്ക്ക് കൊടുക്കാത്തത്. മൂന്നാമത്തെ പ്രശ്നം ഈ മരുന്ന് മൂലമുള്ളത് ബ്ലഡ് ഷുഗർ ലെവൽ വർദ്ധിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ് പോലെയുള്ള കണ്ടീഷൻസോ പ്രമേഹ രോഗികളിൽ ഇത് കൊടുക്കാൻ പറ്റില്ല. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഷുഗർ ലെവൽ ഇങ്ങനെ വർദ്ധിക്കുക. അപ്പോ അറ്റോർവാസ്റ്റാറ്റിൻ പോലുള്ള നമ്മുടെ സ്റ്റാറ്റിൻ ബ്ലഡ് ഷുഗർ ലെവൽ വർദ്ധിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് മൂലമുള്ള ഗുണങ്ങൾ അത്ര പോരാ. പക്ഷെ അറ്റോർവാസ്റ്റാറ്റിൻ പോലെയുള്ള മരുന്നുകൾക്ക് കിട്ടുന്ന ഗുണഫലങ്ങളാണ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറയും. ഇപ്പൊ നാലാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പർ യൂറിസീമിയാണ്. എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് ഇൻ ദ ബ്ലഡ് ആണ്. സോ വൃക്കയിലെ PCTയിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ യൂറിക് ആസിഡിന്റെ സെക്രീഷൻ തടയും. അവിടെയുള്ള ഓർഗാനിക് ആനോൺ ട്രാൻസ്പോർട്ടറിനെ തടയുമ്പോൾ യൂറിക് ആസിഡ് സെക്രീഷൻ തടയും. സോ ഹൈപ്പർ യൂറിസീമിയ ഉണ്ടാകും. സോ അപ്പൊ ഗൗട്ട് രോഗികൾ കൊടുക്കാമോ? കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്. നമുക്കറിയാവുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. 2 മരുന്നുകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റാറ്റിൻസ് ആൻഡ് ഓൾസോ ഫൈബ്രേറ്റ്സ്. ഇത് രണ്ടും നമ്മൾ പറഞ്ഞത് യൂറിക് ആസിഡ് കുറയ്ക്കുന്ന മരുന്നുകളാണ് എന്നാണ് പറഞ്ഞത്. ഇത് മാത്രമാണ് യൂറിക് ആസിഡ് ഉയർത്തുന്ന മരുന്ന്. നിയാസിൻ ഡ്രൈസ് ദ യൂറിക് ആസിഡ്. മറ്റൊരു പ്രശ്നം, ഇനി 5ാമത്തെ പ്രശ്നം സ്കിന്നിലാണ്. അത് നമുക്ക് സ്കിൻ ഡ്രൈനെസ് ഉണ്ടാക്കാം. ഡ്രൈനെസ് ഓഫ് ദ സ്കിൻ അല്ല മെയിൻ പ്രശ്നം, ഹൈപ്പർ പിഗ്മെന്റേഷൻ. സ്കിന്നിന്റെ കളർ മാറുന്നു, കൂടുതൽ കറുക്കാം. ബിക്കോസ് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിന്റെ സഹായം വേണം എന്നുള്ളതാണ്. ആൻഡ് ഹിസ്റ്റമിൻ റിലീസ് മൂലം ചെറിയ ചൊറിച്ചിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ഇനി സാധാരണ വയറ്റിൽ ഉണ്ടാക്കാവുന്നത് ഡിസ്പെപ്സിയ ഉണ്ടാക്കാം, വോമിറ്റിംഗ് ചിലപ്പോൾ ഉണ്ടാക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നിയാസിൻ. താങ്ക് യു ഫോർ വാച്ചിങ്.